ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽബി മിക്കി. നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് ഫ്ലഷ് പ്ലേ എപ്പിസോഡ് 4 ആയിട്ടാണ്. 3 കാണാത്തവരുണ്ട് ഇപ്പോൾ തന്നെ കാണുക. ഓക്കെ, ഞാൻ 3 എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇന്നത്തെ ഒരു ഗോൾ എന്താ, 2 ഗോളുണ്ട് നമ്മൾക്ക്. അല്ല 3 ഡയമണ്ട് കണ്ടുപിടിക്കണം, പിന്നെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു എൻചാൻറ്റിംഗ് ടേബിളും ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ ഗോള്. അപ്പോൾ അല്ലല്ലോ 4 ഗോളുണ്ട്. 4ാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുന്നത്, ലെതർ കണ്ടുപിടിക്കണ്ടേ. ലെതറിന് വേണ്ടി ഞാൻ പശുവിനെ 2 ട്രാപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൂടി നമുക്കൊരു എല്ലാവരും എന്താ പറയുക, ഒരു കൂട്ടി അടിക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അതിന് മുമ്പ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ പശുവിനെ ട്രാപ്പാക്കി വെച്ചൊന്നും കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ പശുവിനെ അതിനൊക്കെ ട്രാപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാണിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോവാം. ഇറങ്ങാം ഗൈസ്. ഞാൻ എൻ്റെ സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. ഇവിടെ ഞാൻ എൻചാൻറ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്, പക്ഷെ എൻചാൻറ്റിംഗ് ടേബിൾ വരുന്ന വരെ ഇവിടെ ഇതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോയാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയാൽ പുതിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കി ഗൈസ്. കണ്ടോ, ഇവിടെ കുറേ ചെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക, മൈൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇടണം. പിന്നെ ഫുഡ്സ്, പിന്നെ എൻചാൻറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. എൻചാൻറ്റ്മെൻറ്റിൻ്റെ ബുക്കുണ്ട്, ബുക്ക് വേണം വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 19 ലെവലായുള്ളൂ. 30 ലെവൽ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് മൈനിങ്ങിലോട്ട് പോവാം. അതിന് മുമ്പ് ഞാൻ ഇച്ചിരി സാധനം കൂടെ ഞാൻ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഞാനിവിടെ സ്റ്റെപ്പൊക്കെ വെച്ച് ഗൈസ്. ഇങ്ങനെ നടന്നു പോയാൽ എന്നാൽ കുറേ ഹെൽത്ത് കുറയും, അതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ഫുഡ് കൈ പിടിക്കട്ടെ, അല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മൾ അന്നൊരു ഫുഡ് ഫാം ഒപ്പിച്ചില്ലേ, അത് ഞാൻ ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ആക്കി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് മൊത്തം കവറാക്കി, അല്ലെങ്കിൽ ആനിമൽസൊക്കെ വന്ന് എന്നെ കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരാം. അത് ഓഫ് ക്യാമറ ചെയ്താണ്. ഓക്കെ, നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ. അത് ഈ ഭാഗത്ത് വൈ ലെവൽ 6 പോയാൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഞാനപ്പോൾ ഒന്ന് കുഴിച്ച് നോക്കട്ടെ, വില കിട്ടുവാണെങ്കിൽ. നോക്കട്ടെ, വില കിട്ടുമായിരിക്കും. ഡയമണ്ട് കിട്ടാതിരിക്കത്തില്ല. നമ്മൾ ഇച്ചിരി എന്നായിരുന്നു ഇച്ചിരി നമ്മൾ കുഴിച്ചായിരുന്നു. കുഴിച്ച് നോക്കാം, വല്ല ഡയമണ്ടെല്ലാം കിട്ടിയാലോ. ഓക്കെ, ഡയമണ്ട് കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഗൈസ്, ഡയമണ്ട് കണ്ടുപിടിച്ച് ഗൈസ്. 2 3 ഇതൊക്കെ ഒന്ന് കുഴിച്ച് നോക്കാം, വല്ല എത്ര കിട്ടും നോക്കാം നമുക്ക്. ഡയമണ്ട് കിട്ടി. ഹിസ്റ്ററി ഇൻ ദ വേൾഡ്. ആണോ, വീണ്ടും ഡയമണ്ട് കളി. എത്ര ഉണ്ട് നോക്കട്ടെ ഗായ്സ്. മൊത്തത്തിൽ 5 എണ്ണം ഉണ്ട്. നമ്മുടെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഡയമണ്ട് കണ്ട് 5 എണ്ണം വേണം. ഓക്കെ, 3 എണ്ണം ഒരു പിക്കാക്സിനും, പിന്നെ 2 എണ്ണം എൻചാൻമെൻറ്റിനും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗോള് കംപ്ലീറ്റ് ആണ്. എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കൈ കിട്ടിയോ നോക്കാം. ഡയമണ്ട് കിട്ടി ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ്. 1 2 3 4 5 6 4 5 6 എണ്ണം കിട്ടി ഗൈസ്. സന്തോഷം. നമുക്കിവിടെ നിന്ന് പോകാം. ഇത്ര മതി, നമുക്കിനി പോകാം ഗൈസ്. എൻ്റെ വീട്ടിൽ എത്തി കാണിച്ചു തരാം ഗൈസ്. നമുക്കൊന്ന് മുറുമുറാവാം. ഗൈസ്, ഡയമണ്ട് കിട്ടി ഗൈസ്. എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ പിടയ്ക്കുന്ന ഡയമണ്ട് ഗൈസ്. ഓക്കെ, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. തന്നെ പിക്കാക്സ് ഉണ്ടാക്കാം. എൻ്റെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് പിക്കാക്സ്. എത്ര വേണ്ട നമ്മുടെ ബാക്കി കയ്യിൽ? 3 എണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണം ബാക്കി വരും. കുഴപ്പമില്ല, ഇരിക്കട്ടെ.
അപ്പോൾ ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കി ഗൈസ് ആദ്യമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ കെയിൻ്റെ ആവശ്യമുണ്ട്. ഷുഗർ കെയിൻ വെച്ചാണല്ലോ മറ്റുണ്ടാക്കേണ്ടത്. എന്തെന്നാ ബുക്ക് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ലെതർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പേപ്പറില്ല. അതിന് വേണ്ടി ഇച്ചിരി എന്താ പറയുക, ഷുഗർ ഒപ്പിക്കണം. ഷുഗർ ഒന്ന് ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. ഇവിടെ ഒരു ഷുഗർ കേപ്പുണ്ട്, അതങ്ങ് പറിച്ചെടുക്കാം. എല്ലാം കിട്ടിയോ? കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ വീട്ടിൽ പോകാം. ഇനിയും ഉണ്ടല്ലോ ഷുഗർ കെയിൻ. ഇവിടെ ചെരുപ്പുണ്ട്, അത് പിന്നെ കളക്ട് ചെയ്യാം. ഇത്രയും തന്നെ മതി ബുക്ക് ഉണ്ടാക്കാനൊക്കെ. ഷുഗർ കെയിൻ വെച്ച് ബുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കൊരു നട്ട് വെച്ചേക്കാം. ഇനി വളരട്ടെ. ഇതാണ് നമ്മുടെ എന്താ പറയുക, വീറ്റ് ഫാം എന്നൊക്കെ പറയാം. എന്തോടെ ഇത്? ഓക്കെ, ഇവിടെ നമുക്ക് നടാം നമ്മുടെ ഒരെണ്ണം. എത്ര കിട്ടി? 4 കിട്ടിയല്ലോ. അപ്പോൾ പേപ്പർ ഉണ്ടാക്കാൻ എത്ര വേണം? പേപ്പർ ഉണ്ടാക്കാൻ എത്ര വേണടാ? ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം. എവിടെ പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പോയിട്ട് നോക്കാം. നമുക്കപ്പം പോയിട്ട് നോക്കാം എത്ര പേപ്പർ, എത്ര ഷുഗർക്ക് വേണമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ 3 വെച്ചിട്ട് 3 ബുക്ക് പേപ്പർ കിട്ടും. അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരെണ്ണം ബാക്കി വരും, നമുക്ക് നട്ട് വെക്കാം. അപ്പം ലെതർ വേണം അതിനെ ബുക്ക് ഉണ്ടാക്കാൻ. ലെതർ നമ്മുടെ വിളിച്ച ശരിപ്പുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. 9 ലെതറുണ്ട്. അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ബുക്ക്. ബുക്ക് ഉണ്ടാക്കി ഒരു എൻചാൻറ്റിങ് ടേബിൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിനി 2 ഡയമണ്ട് ഉണ്ട്. പിന്നെ എന്തുവായിരുന്നു വേണ്ടത് ഇനി? എന്തുവായിരുന്നു? ഒബ്സിഡിയൻ വേണം. 1 2 3 4 ഒബ്സിഡിയൻ വേണം. അപ്പോൾ ഞാൻ ഒബ്സിഡിയനോട് ഒപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ഇതും കിട്ടിയിട്ടുണ്ട്, ഒബ്സിഡിയനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 കോളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻചാൻറ്റിങ് ടേബിൾ എവിടെ വെക്കുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഷുഗർ കെയിൻ നട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഓക്കെ, ഞാൻ ഇന്നത്തെ 2 കോളും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻചാൻറ്റിങ് ടേബിളൊക്കെ നന്നായിട്ട് ചെയ്യും. ഓക്കെ, റൂമൊക്കെ ഉണ്ടാകും. ഓക്കെ, എല്ലാവർക്കും ബൈ.